ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ 16th സെഷനാണിത്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് ഒരുമിച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റിലേക്കുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്നും അത് കാണാവുന്നതാണ്. സോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റിമൈനിങ് CGLൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഈ സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, a truck runs 492 km on 36 liters of diesel. How many kilometers can it run on 33 liters of diesel? അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 492 കിലോമീറ്റർ റൺ ചെയ്യുന്നത് 36 ലിറ്റർ ഡീസലാണ് റൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 492നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ലിറ്ററിൽ എത്ര കിലോമീറ്റർ റൺ ചെയ്യും എന്നുള്ളത് നമുക്ക് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 33 ലിറ്ററിൽ എത്ര കിലോമീറ്റർ റൺ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. സോ ഇൻറ്റു 33 ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളിത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് 12 എന്നും നമുക്ക് ഇത് 11 എന്നും കിട്ടും. സോ എഗെയിൻ നമ്മൾ 12നെ 492 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 4 ടൈംസ് എടുക്കാം 48, ദെൻ നമുക്ക് റിമൈൻഡർ 1 ആൻഡ് 2 ഉണ്ട്. സോ 12. സോ 12 എന്ന് പറയുമ്പോൾ 1 ടൈം പോകും. സോ 41 ഇൻറ്റു 11. സോ 41 ഇൻറ്റു 11നെ നമ്മൾ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ 4ഉം 1ഉം എഴുതിയിട്ട് നമുക്ക് ആ 4 + 1 5 നടക്ക് എഴുതിയാൽ മതി. സോ 451 കിലോമീറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ 33 ലിറ്ററിൽ റൺ ചെയ്യാൻ പോകുന്നത്. സോ ആൻസർ 451 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ ഗിവൺ ട്രയാങ്കിൾ CD ഈസ് ദി ബൈസെക്ടർ ഓഫ് ആംഗിൾ BCA. നമ്മുടെ ഈ CD എന്ന് പറയുന്ന ഈ ഒരു ലൈന് നമ്മുടെ ബൈസെക്ടർ ആണ്. ഏത് ആംഗിളുടെ? ഈ ഒരു ആംഗിളുടെ ബൈസെക്ടർ ആണ് നമ്മുടെ BCA. ഈ ആംഗിളുടെ ബൈസെക്ടർ ആണ് അത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ A ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ CD = DA എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഈ CD എന്ന് പറയുന്ന ഈ ലൈനും അതുപോലെ തന്നെ DA എന്ന് പറയുന്ന ഈ ലൈനും രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും അറ്റ് ദ സെയിം ടൈം ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്കവിടെ പറയുന്നത്, ഇഫ് ദ ആംഗിൾ BDC, സോ B ഇവിടെ ഉണ്ട്. സോ BDC എന്ന് പറയുന്നത് 76 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ആംഗിൾ 76 ഡിഗ്രി ആണ് എന്ന് ഗിവൺ ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ 76 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? നമ്മുടെ മൊത്തം 180 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇത് 104 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 104 ഡിഗ്രി ആണെങ്കിൽ ഈ റിമൈനിങ് രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസിൻ്റെ ടോട്ടൽ എത്ര ആയിരിക്കും? 76 ആയിരിക്കും. സോ ഈ ഓരോ ആംഗിളും എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 76ൻ്റെ ഹാഫ് ആയിരിക്കും. സോ 76ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളും 38 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ആംഗിളും 38 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഏതാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ CBD? സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ആംഗിൾ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ 76 ആണെന്ന് അറിയാം, ഇത് 38 ആണെന്ന് അറിയാം. ക്വസ്റ്റ്യൻ ആദ്യത്തെ ലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ CD എന്ന് പറയുന്ന ലൈൻ ഈ ആംഗിളുടെ ബൈസെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ആംഗിളും എന്താണ്? സെയിം ആണ്. സോ ഇതും 38 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ നമ്മുടെ ട്രയാങ്കിളുടെ ടോട്ടൽ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ 180 ഡിഗ്രി നിന്ന് നമ്മൾ ആ ഒരു 38ഉം അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു 76 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 70 + 30 100 വരും. ആൻഡ് 8 + 6 എന്ന് പറയുമ്പോൾ നമുക്കത് 14 വരും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ 180യിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നത് 114 ആണ്. സോ ഇവിടുന്ന് ഹൺഡ്രഡ്സ് പോയി അതിനുശേഷം 80യിൽ നിന്ന് 14 മൈനസ് ചെയ്താൽ നമുക്ക് 66 എന്ന് കിട്ടും. സോ ആൻസർ 66 ഡിഗ്രി. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടുന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ട്രിഗ്നോമെട്രി നിന്നൊരു ക്വസ്റ്റൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. ട്രിഗ്നോമെട്രി റേഷ്യോ ബേസ് ഉള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. നമുക്ക് cos A = 9/41 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം cos ന്റെ റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് കോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. കോട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അഡ്ജസൻറ്റ് വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 9 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലും നമുക്കിവിടെ ആൻസർ വരാൻ പോകുന്നത് ഉറപ്പായിട്ടും 9/something ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 9/something എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 9/40. സോ അതായിരിക്കും ആൻസർ. ഇനി നമ്മൾ പ്രോപ്പർലി ഇതിൻ്റെ ആൻസർ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. cos A = 9/41 ആണ്. അങ്ങനെയാണെങ്കിൽ 9 എന്ന് പറയുന്ന അഡ്ജസ്റ്റൻറ്റ്, 41 നമ്മുടെ ഹൈപ്പോട്ടനസും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രിപ്ലറ്റ് വാല്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റൻറ്റ് ആൻഡ് ഹൈപ്പോട്ടനസ് വാല്യൂസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോട്ടനസ് 41 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രിപ്ലറ്റ് വാല്യൂ എടുക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റിന്റെ വാല്യൂ 40 ആയിരിക്കും. സോ 40, 9, 41 ആണ് നമ്മുടെ
ട്രിപ്ലെറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്പോസിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 40 ആണ്. സോ ആൻസർ എത്ര ആയിരിക്കും? 9/40 ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ ഒരു ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അത്രയും കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്തതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻ ആണ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന പോലത്തെ, ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. എ ഡീലർ ബൈസ് ആൻ ഓൾഡ് കൂളർ ലിസ്റ്റഡ് അറ്റ് ₹650. അപ്പോൾ നമ്മുടെ മാർക്ക് പ്രൈസ് ആണ് 650 എന്ന് തന്നിരിക്കുന്നത്. 650 ആൻഡ് ഗെറ്റ്സ് സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 20% ആൻഡ് 10%. അപ്പോൾ ഒരു 650 റുപ്പീസിന്റെ ഒരു കൂളർ, അതിന്റെ MRP 650 MRP ഉള്ളൊരു കൂളർ, അതിന് 2 ഡബിൾ ഡിസ്കൗണ്ട് കിട്ടിയതിനു ശേഷം ആളത് പർച്ചേസ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ആളുടെ സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആളത് എന്ത് വിലയ്ക്കാണ് വാങ്ങുന്നതെന്ന്. അപ്പോൾ ആളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 650 റുപ്പീസിന്റെ സാധനം ആദ്യമേ 20% ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ആൾക്കവിടെ എത്ര വില കുറയുന്നുണ്ടായിരിക്കും? ആൾക്കവിടെ ബാക്കി 80% വില കൊടുത്താൽ മതിയായിരിക്കും 20% വില കുറയുമ്പോൾ. ഇനി ഇതാണ് ആദ്യത്തെ ഡിസ്കൗണ്ടിന് ശേഷമുള്ള പ്രൈസ്. അതിനുശേഷം വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും 10% കുറഞ്ഞാൽ പിന്നെ ബാക്കി എത്ര കൊടുത്താൽ മതി? ഇതിന്റെ 90% കൊടുത്താൽ മതി 10% കുറഞ്ഞു കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കിട്ടും. സോ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യുന്നു, 2 0 ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരു പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു 0 ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ 50 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 0യും ഈ പെർസെൻറ്റേജും ക്യാൻസൽ ചെയ്ത് ഇനി ഒരു 0 കൂടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, അപ്പോൾ നമുക്ക് ഇനി ഒരു 0 ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ താഴെ by 10 എന്ന് വെക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 65 ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ഈവൻ നമ്പർ ഉണ്ട്. 65നെ ഡബിൾ ആക്കിയാൽ നമുക്ക് എത്ര വരും? 130 എന്ന് വരും. ഇൻറ്റു നമ്മുടെ 8നെ ഹാഫ് ആക്കിയാൽ 4. ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷനിൽ. ഒരു നമ്പറിനെ ഹാഫ് ആക്കുക, മറ്റേ നമ്പറിനെ ഡബിൾ ആക്കുക എന്നുള്ള കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ 65നെ നമ്മൾ ഡബിൾ ആക്കി 130 ആക്കി, ആൻഡ് നമ്മൾ 8നെ ഹാഫ് ആക്കി 4 ആക്കി. ദെൻ ആ ഒരു 9 ഉണ്ടായിരുന്നു, അത് കൂടെ നമുക്ക് താഴെ ഒരു 10 ഉണ്ടായിരുന്നു. നമ്മൾ ആ 10 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു പെർസെൻറ്റേജിനെ ഈ രീതിയിൽ നമ്മൾ ഒന്നിനെ ഡബിൾ ആക്കിയും മറ്റേനെ ഹാഫ് ആക്കിയും ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിവിടെ 13 × 4 × 9. സോ 13 × 4 × 9 എന്ന് പറയുമ്പോൾ നമുക്ക് 9 × 13 117 × 4. സോ അങ്ങനെ 117 × 4 എന്ന് പറയുമ്പോൾ നമുക്കത് ഇവിടുത്തെ ടോട്ടൽ ആ ഒരു വാല്യൂ എത്ര വരും നമുക്ക് നോക്കാം. സോ 117 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് 4 × 7 28, 1 × 4 4 ആൻഡ് ക്യാരി ഓവർ 2 ഡിഗ്രി വരുമ്പോൾ 6 ആൻഡ് ദെൻ 1 × 4 4. സോ 468 നമുക്ക് എന്തായിട്ട് കിട്ടും? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കിട്ടും. ഇനി ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ആള് ഇതിനെ വീണ്ടും സെല് ചെയ്യുവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ഡീലറിന്റെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇപ്പൊ അവിടുത്തെ ആ ഒരു ഇത് പർച്ചേസ് ചെയ്യുന്ന ആളുടെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു പുതിയ ആംഗിൾ എടുക്കുമ്പോൾ ശരിക്കും വാങ്ങിച്ച ആൾക്ക് ഇതെന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ് 468 എന്ന് പറയുന്നത്. ഇനി ആൾ ഇതിനെ എന്ത് ചെയ്യുവാണ്? വിൽക്കുവാണ്. എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ? 20% പ്രോഫിറ്റിൽ വിൽക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ്? ആൾ എന്ത് വിലയ്ക്കാണ് അത് വിൽക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളുടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ആൾ ഇനി സെല്ല് ചെയ്യുന്ന പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഈ എഴുതിയേക്കുന്നത് ആ ആൾ പർച്ചേസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഡീലർ ബൈസ് എ ഓൾഡ് കൂളർ ലിസ്റ്റഡ് അറ്റ് 650. അപ്പം കൈൻഡ് ഓഫ് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, ഇതൊരു ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുവാണ് എന്ന് നമുക്ക് വിചാരിക്കാം, ഓക്കെ. എന്നിട്ട് ആള് ഈ പറയുന്ന ആ ഡീലർ അത് വാങ്ങിച്ചു ആളുടെ ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഇവിടെ ആ ഡീലർ അത് വിൽക്കുവാണ്. അപ്പൊ അങ്ങനെ അതുകൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 468ന്റെ ആ ഒരു ആർട്ടിക്കിൾ ആള് വാങ്ങിച്ചതിന് ശേഷം ആൾ അതിൽ 38 രൂപ ചെലവാക്കുന്നുണ്ട് അതിന്റെ റിപ്പയറിന് വേണ്ടി. സോ അങ്ങനെയാണെങ്കിൽ അതുകൂടി ചെയ്യുമ്പോൾ, നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 506 എന്ന് വരും. അപ്പോൾ ആളുടെ മൊത്തം ആൾക്ക് ആ ഒരു ആർട്ടിക്കിളിന്റെ മേളിൽ ചെലവാകുന്ന എത്ര? വാങ്ങാൻ വേണ്ടി 468ഉം പിന്നെ റിപ്പയറിന് വേണ്ടി 38 റുപ്പീസ് കൂടി ചേർത്ത് മൊത്തം 506 രൂപയാണ് ആൾക്ക് അവിടെ ചെലവാകുന്നത്. അപ്പോൾ അതാണ് ആളുടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആളത് വിൽക്കുമ്പോൾ നമ്മൾ ഈ 506 രൂപയുടെ സാധനം ആൾ എന്ത് ചെയ്യുകയാണ്? 120% വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 20% പ്രോഫിറ്റിൽ വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 120%ആയിരിക്കും ആൾ വിൽക്കുന്നത്. സോ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോ 506ന്റെ 100% എത്ര വരും? 506 തന്നെ വരും. പിന്നെ നമ്മൾ എന്തുകൂടി ചെയ്താൽ മതി? ആ 20% കൂടി എടുത്താൽ മതി. അപ്പോൾ 506ന്റെ 10% 50.6 എന്ന് വരും. സോ 20% എന്ന് പറഞ്ഞപ്പോൾ അതിന് ഡബിൾ വരും. സോ 50യുടെ ഡബിൾ 100ഉം 0.6ന്റെ ഡബിൾ 1.2ഉം. സോ അങ്ങനെയാണെങ്കിൽ രണ്ടുകൂടി എടുക്കുമ്പോഴത്തെ എത്ര വരും? 100 + 1.2 101.2 എന്ന് വരും. സോ ഇതൊന്ന് പ്ലസ് ചെയ്യുമ്പോൾ 506 + 101 എന്ന് പറയുമ്പോൾ നമുക്കത് 607 എന്ന് വരും. ദെൻ ആ 0.2 കൂടി ചേരുമ്പോൾ 607.2 എന്ന് വരും. സോ ഫൈനൽ ആൻസർ 607.2, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സോ ആ ഒരു റിപ്പയറും കൺസിഡർ ചെയ്യണം. ആ റിപ്പയർ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നൗ
അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം നമ്മുടെ ഈ സെഷനിൽ. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി എഡ്ജ് ഓഫ് എ ക്യൂബ് ഹൂസ് വോളിയം ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി വോളിയംസ് ഓഫ് ദി ക്യൂബ്സ് ഓഫ് എഡ്ജ് 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. അവിടെ പറയുന്ന 3 ക്യൂബ് ഉണ്ട്. 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും അതുപോലെ 10 സെന്റിമീറ്ററും സൈഡുള്ള 3 ക്യൂബാണ് അവിടെ ഉള്ളത്. ഈ 3 ക്യൂബിൻ്റെയും കൂടി വോളിയം ഒരുമിച്ച് ചേർത്ത് ഫോം ആവുന്ന ക്യൂബിന്റെ എഡ്ജ് സൈഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു 3 ക്യൂബിനെ മെൽറ്റ് ചെയ്തൊരു പുതിയ വലിയ ക്യൂബ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ സൈഡ് ഈ തന്നിരിക്കുന്ന വാല്യൂ ഉള്ള ക്യൂബ്സിന്റെ വോളിയംസ് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്യൂബിന്റെ വോളിയം എന്താണ്, എ ക്യൂബാണ്. ആൻഡ് സൈഡിനെയാണ് നമ്മൾ എന്ന് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6ന്റെ ക്യൂബ് 216ഉം 8ന്റെ ക്യൂബ് 512ഉം അതുപോലെ 100ന്റെ ക്യൂബ് 1000 എന്നും വരും. സോ ഈ ഒരു 3 ക്യൂബും കൂടി മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ ക്യൂബ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? 1000, 500 + 200 700, 10 + 10 20 ആൻഡ് 6 + 2 8. സോ നമുക്ക് അവിടെ 28 എന്ന് വരും. 1728 ആണ് നമ്മുടെ പുതിയ വലിയ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ക്യൂബിന്റെ വോളിയം അതാണെങ്കിൽ ആ ക്യൂബിന്റെ സൈഡ് എന്തായിരിക്കും? 1728 എന്ന് പറയുന്നത് ഒരു എ ക്യൂബ് ആണ്, എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? 12 ആയിരിക്കും. 12ന്റെ ക്യൂബാണ് 1728 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സൈഡ് ഓഫ് ദാറ്റ് ലാർജർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ് ലാർജർ ക്യൂബ് എന്ന് പറയുന്നത്. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ, ജസ്റ്റ് ഒരു കമ്പാരിസൺ നമുക്ക് ആൻസർ ചെയ്യട്ടെ. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ SSC CGL തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വരാനിരിക്കുന്ന സെഷൻസിലും നമ്മൾ SSC CGLന്റെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വരാനിരിക്കുന്ന CGLും CHLും MTSന്റെ എക്സാംസിനൊക്കെ തന്നെ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാനും നിങ്ങൾക്കത് നല്ലപോലെ വരാനിരിക്കുന്ന എക്സാംസിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളതും അതെങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാന്നുള്ളത് ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് അവിടെ ആ ഒരു പ്രാക്ടീസ് വഴി കിട്ടും. സോ നമുക്ക് വരാനിരിക്കുന്ന സെഷനിൽ ഇതിന്റെ കൂടുതൽ റിമൈനിങ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്